സഭയെ എവിടെ ഇരുന്ന് ഉടൻ തന്നെ എടുക്കപ്പെടും. കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കാത്തിരിക്കുന്നവർ സ്വർഗത്തിലേക്ക് ഉടൻ തന്നെ എടുക്കപ്പെടും. ഇതിന് ദൈവം കൃത്യ കാലക്കണക്കൊക്കെ ബൈബിളിൽ ഉടനീളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഒരു സമാധാന കരാർ ഒപ്പുവയ്ക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കാത്തിരിക്കുന്ന സകലരെയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെണീക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ദൈവം ഒരു വ്യത്യാസവും വരുത്തത്തില്ല. നിങ്ങൾ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായവും 5-ാം അധ്യായവും കൃത്യമായിട്ടും ഒന്ന് വായിച്ചു നോക്കുക. ഇസ്രായേൽ ഒരു സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുമ്പോൾ അവർക്കാണ് നാശം അനുഭവിക്കുന്നത്, നമുക്കല്ല. നമ്മളെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും 7 വർഷത്തെ മഹോദരവകാലം അവർക്കുള്ളതാണ്, ഇസ്രായേലിനുള്ളതാണ്. ആ 7 വർഷത്തിൻ്റെ അവസാനമാണ് സഭയെ ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് 7 വർഷം കൂടെ കഴിഞ്ഞാണ് ഇസ്രായേലിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്താൻ ഒലിവുമലയിൽ കാലിയോട്ടുന്നു. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് നടുവെ പിളർന്നു പോകുന്നതും ഇതെല്ലാം അന്നേരമാണ്. സഭയെ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടാൽ ഉടൻ തന്നെ ഏലിയായും മോശയും ഇസ്രായേലിൽ 3.5 വർഷം പ്രസംഗിക്കുമെന്ന് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. വെളിപാട് 11 എടുത്ത് വായിച്ചു നോക്കുക.